ഞാൻ NRHM ഡയറക്ടറായിരുന്നു 2011. ആ കാലയളവിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള IMR എന്ന് പറയുന്ന അന്ന് എനിക്കൊന്ന് 11 മറ്റോ ആയിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു ഒരു 8 ഇതിനെ കുറച്ച് കൊണ്ടുവന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ നേട്ടം എന്ന് പറയുന്നത്, കേരളത്തിലെ 30% ആൾക്കാർ മാത്രമാണ്, അതും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് ആശുപത്രികളിലും വരുന്നത്. ബാക്കി 70% ആൾക്കാർ ഒന്നുകിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോകുന്നത്. അങ്ങനെ പ്രൈവറ്റ് ആശുപത്രി പോയിട്ട് 99.95% ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ്. വളരെ ഈ അടുത്ത ഒരാളെ ശിക്ഷിച്ച് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ വളരെ റെയർ കേസിൽ മാത്രമേ വീടുകളിൽ പ്രസവം നടക്കുന്നുള്ളൂ. അവർ പോയിട്ട് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് 70% ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി നടത്തുന്നത്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദഗ്ധ ഡോക്ടർമാരെടുക്കുന്ന ആ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ മരിക്കുന്നില്ല. അത് 5 or 6 ആയിട്ടാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിന് എന്താണ് നേട്ടം ഇതിനകത്ത് പറയാനുള്ളത്? നിങ്ങൾ 70% ഹോസ്പിറ്റലും കേരള ഗവൺമെൻറ് നേരിട്ട് നടത്തുകയും 70% ജനങ്ങളും അവിടെ പോവുകയും ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, ഞങ്ങൾ 30% മാത്രമേ പ്രൈവറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ളത് കേരളത്തിലാണ്. 28% ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതാണ്. ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണെന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ അങ്ങേയറ്റമാണ്. അങ്ങനെ വളരെയധികം അലാമിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് എടുത്ത് നോക്കുക, ആരും നോക്കുന്നില്ല. മെൻ്റൽ ഹെൽത്തിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻസ്ലെറ്റിൻ്റെ സർവേ അനുസരിച്ച് 7-ൽ 1 പേർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ 10% വരെ സാധാരണ രീതിയിൽ സ്ട്രെസ്സ്, ആൻസൈറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുട്ടികളിൽ ഇത് 20% വരെയാണ്. എന്ത് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമാണ് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത്? ഇതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പറയും നമ്മൾ ഹെൽത്തിൽ നമ്പർ 1 ആണ്.